ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനു അനുജ. അഞ്ഞു പോകണം എല്ലാം കിടക്കണം. കട്ടിൽ അൽമാര പാത്രങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഇന്നലെ ആ കുട്ടി അവിടെ നിന്ന് തെക്കുമുറിയിൽ അവർ വന്നിട്ട് ഇന്നലെ കെട്ടി തന്നു. വെളിയിലൊക്കെ എടുത്തിടാനും പറ്റില്ലല്ലോ. ഈ ഒഴുക്കും എല്ലാം എടുക്കും. ഞങ്ങളെല്ലാം ഉച്ചരും കൊണ്ട് ഓടിയിരിക്കല്ലേ. എന്താ ഞങ്ങൾക്ക് ദൈവം കൂട്ടിയ പോലെ ഞങ്ങൾ തലേ ദിവസം മാറി. അല്ലെങ്കിൽ ഞങ്ങൾ 5 എത്ര മണിക്കായിരുന്നു ഒരു കുട്ടികൾ? കുട്ടികൾ 3 ആള്, ഞങ്ങൾ വലിയവർ 3 ആള്. എത്ര മണിക്കാണ് ഉരുൾ പൊട്ടിയത്? ഇത് ഉരുള് പൊട്ടി ഞങ്ങൾ പിറ്റേ ദിവസം ഇവിടുന്ന് പോയി. വെള്ളം ശരിയല്ലാണ്ട് വരുന്ന കണ്ടപ്പോൾ കുത്തി ഒഴിക്ക് വരുന്ന കണ്ടപ്പോൾ ഞങ്ങൾ മേലെ കയറി. ബോബി കയറി വരണം ദൂരം ഞങ്ങൾ താഴത്തേക്ക് ഞങ്ങൾ പോയി. പക്ഷെ രാത്രി പൊട്ടിയിട്ട് ഇത് രാത്രി അച്ഛൻ പറഞ്ഞാണ്. പിന്നെ എന്താ മകനാണ് ഇവിടുന്ന് കണ്ടത്. നാരായണെന്ന് പറഞ്ഞില്ലേ, മറ്റേ വേടത്തിന്റെ ഭർത്താവ്. അവര് നാരായണേട്ടൻ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു മാറ്റാം, മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ എന്നുള്ള കണക്കൂട്ട് പിറ്റേ ദിവസം ഇവിടെ വന്നിട്ട് ഇങ്ങനെ കയറലും മകനുണ്ടായിരുന്നു. മല ഒന്നായി ഇങ്ങോട്ട് കളകി വരുന്നു. കയറ്റിയത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു പാറ തട്ടിയോണ്ടാണ് കുറച്ചൊരു അവിടെ ഒരു പാറ ബാക്കിൽ നിൽക്കണ്ട. നേരത്തെ വന്നതാണ്, ഇപ്പൊ വന്നതാണ്, ഇപ്പൊ വന്നതാണ്. പാറ കുത്തി കിടക്കണം എല്ലാം ഇപ്പൊ വളർത്തി വന്നതാണ്. എന്താ ഞങ്ങൾ മല അങ്ങനെ ഇഴുതി വന്നിരിക്കുക. ഇനിയിപ്പോ ഇരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം ഒരു തുടർമാനമായി പൊട്ടിയത് കൊണ്ട് അടി ഇളകി നിൽക്കുകയല്ലേ. അവിടെ വിണ്ട് നിൽക്കുന്നുണ്ട്. വിണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്ത് വേണം, ഇനി വലിയൊരു മഴ വരുമ്പോ എന്തായാലും ഈ മണ്ണായ മണ്ണ് മുഴുവൻ വരും. വലിയ മഴ വന്നാലേ ഈ മണ്ണായ മണ്ണ് മുഴുവൻ വരും. അപ്പൊ എന്തായാലും ഇവിടുത്തെ ജീവിതം വളരെ ദുഷ്കരമായി മാറി. മേട് ചില പിടിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. മേട് ഒന്നായി തള്ളി വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം വരെ വീഴുമലയിലെ ഈ പ്രദേശത്ത് നിറയെ തേക്കുമരങ്ങളും പാഴ്ചെടികളും വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനു താഴെയായി 4 വീട്ടുകാർ 30 വർഷത്തോളമായി ഇവിടെ താമസിക്കുകയും ചെയ്തു വരുന്നു. ഇതിനിടയിലാണ് മഴ ഉച്ച മുതൽ കനത്ത് പെയ്തു തുടങ്ങിയത്. ഇതോടെ മലവെള്ളം മുട്ടറ്റം ആഴത്തിൽ ഇവരുടെ വീടുകൾക്ക് മുന്നിലൂടെ ഒഴുകിത്തുടങ്ങി. അപകടം ഉണ്ടാകുമെന്ന ഭയത്താൽ അധികൃതർ ഇവരെ വൈകിട്ടോടെ വീടുകളിൽ നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു. ഇത് ഇവർക്ക് രക്ഷയാകുകയും ചെയ്തു. ഇവിടെ ഇതിൽ മറ്റേ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ ഇതിൽ കുലുമാനുള്ളത് അപ്പുറത്തും പൊട്ടിയിട്ടുണ്ട്. ഇതുപോലൊക്കെ തെളിഞ്ഞുള്ളത് നേരത്തെ പറഞ്ഞാൽ പൊട്ടിയതിൻ്റെ ഒന്നും കൂടെ പൊട്ടിയതാണ്. അതുകൊണ്ട് മരങ്ങളില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പൊട്ടിയത് വെള്ളത്തോടു കൂടി അങ്ങനെ ഇത് മരങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ കിടക്കാൻ വന്നത്. മരങ്ങളോടെ തള്ളി വന്നതാണല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ തേക്കും കടായിരുന്നു. തേക്ക് ഇതുപോലെയുള്ള തേക്കുകൾ നിൽക്കുകയായിരുന്നു. ഇതുപോലുള്ള മരങ്ങളെല്ലാം ഇതിന്റെ അടിയിൽ വന്ന് കിടക്കണല്ല മരങ്ങൾ. മരങ്ങളൊക്കെ ഇതിന്റെ അടിയിലുണ്ട്. ഇതിനിടയിലാണ് വീട്ടുടമസ്ഥനായ നാരായണൻ രാവിലെയോടെ വീണ്ടും തൻ്റെ വീട്ടിലേക്ക് എത്തിയത്. കൂടെ മകനുമുണ്ടായിരുന്നു. മഴവെള്ളം വീട്ടിലേക്ക് കയറിയാൽ വീട്ടുപകരണങ്ങൾ നശിക്കാതിരിക്കാനായി അവ ഒതുക്കി വയ്ക്കുന്നതിനായിട്ടാണ് നാരായണൻ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലേക്കെത്തിയ നാരായണൻ വീട്ടിനുള്ളിലേക്ക് കടക്കുകയും മകൻ പുറത്തു നിൽക്കുകയും ചെയ്തു. തുടർന്ന് വീടിന് മുകളിൽ മലയിലേക്ക് നോക്കിയപ്പോഴാണ് മല ഒന്നായി പൊട്ടി താഴേക്ക് പതിക്കുന്ന കാഴ്ച മകൻ കണ്ടത്. ഉടൻ തന്നെ വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി നാരായണനെയും വലിച്ച് പുറത്തേക്ക് മുകൾഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഉരുൾപൊട്ടലിനോടൊപ്പം എത്തിയ ഈ കൂറ്റൻ പാറ വീട്ടിലേക്ക് പതിക്കാതിരുന്നത് വലിയൊരു അപകടം ഒഴിവാക്കി. മലമുകളിൽ നിന്നും കൂറ്റൻ പാറക്കല്ലുകളും വലിയ മരങ്ങളും ഉൾപ്പെടെയാണ് മലവെള്ളം താഴേക്ക് ഇരച്ചെത്തിയത്. 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അപകടം ഇവിടെ ഉണ്ടായതെന്ന് ഇവർ പറയുന്നു. പ്രളയമുണ്ടായ 2018 പോലും ഇതിന് സമീപത്തെ ഉരുൾപൊട്ടി വീട്ടിന് മുന്നിലൂടെ മലവെള്ളം ഒഴുകിപ്പോവുകയല്ലാതെ ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല. എനിക്ക് കാണുമ്പോ അങ്ങനെ വലിയ മരമൊക്കെ അങ്ങനെ വന്നിരിക്കണം.
നോക്കിതാ ഈ മരം കാണിക്കും, ഇവിടെ വരും ഈ മരമൊക്കെ കാണിക്കും. ഞാനിപ്പോഴും ഇവിടെ വരുന്നു. അതെ, നോക്കി ഈ മരമൊക്കെയാണ്, ഇത്രയും കല്ലുകളാണ് വന്നിരിക്കുന്നത്. ഉഴുത് മറച്ചിരിക്കുകയാണ് പ്രകൃതി. ഇത് ഉരുൾപൊട്ടലല്ല പറഞ്ഞ ആ പറഞ്ഞ ആൾക്കാരെ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത്. എന്ത് പറയണത്? മുഴുവൻ ചാറാണ് ഇപ്പോഴേ മേള ഫോൺ താഴുണ്ട്. കണ്ടില്ലേ? കണ്ട ഞാൻ പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞില്ലേ, ഒരെണ്ണം ഇങ്ങോട്ട് തിരിഞ്ഞു ഒരെണ്ണം അങ്ങോട്ട് പോയി. അവിടത്തേക്കാളും വലിയ പൊട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരിയല്ലേ? ഇവിടെ നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങോട്ട് വരാനേ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഈ വെയിൽ ഒഴിച്ചപ്പോൾ തിരി ഇതേപോലെ വലിയ മരം അവിടെ ഉള്ള ആ മരത്തിന്റെ ഒരു ഇലയും കൂടി കാണുന്നില്ല. ഒരു രക്ഷയില്ല കേട്ടോ. നീ എന്ത് ചെയ്താലും ഉരുൾപൊട്ടി പോകും. രണ്ട് സ്ഥലത്ത് വേറെ പൊട്ടിയിട്ടുണ്ട്. കിടപ്പറ്റ ചെന്നങ്കോടിന്റെ തൊട്ടുമേള് വശത്ത് ഫോറസ്റ്റിൽ ഉൾപ്പെട്ട കിടപ്പറ്റ എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് കിഴക്ക് വശത്ത് മറ്റേ എഴുത്തൻകാട്, പിന്നെ 9-ാം വാർഡിൽ എഴുത്തൻകാട് എന്ന് പറയുന്ന പ്രദേശത്തെ ആസ്പദമാക്കിയുള്ള ഉരുൾപൊട്ടൽ മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. താഴ്വാരം എന്ന് പറയുമ്പോൾ വാവേലിയും വീടുമലയുടെ കുറേ പ്രാന്തപ്രദേശങ്ങളിൽ പൊട്ടിയതും മേളിൽ നിന്ന് ഒലിച്ചു വന്നതും മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഉള്ളിൻ്റെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്നത് പുറം അറിയുന്നില്ല. ഇതിൻ്റെ ഭീകരത അത് പ്രത്യേകം കൊടുക്കണം. അവർക്ക് പറയാനുള്ള കൃത്യമായ ഫോറം ഇല്ലാത്തത് കൊണ്ട് അവർ നിർജീവ അവസ്ഥയിലാണ് അവിടെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത്. കഴുകിക്കൊള്ളും വല്ലാത്ത അവസ്ഥ. കയ്യാലൊക്കെ തള്ളി വന്നിരിക്കുകയാണ്. അവരെന്താ ആകെ ചെയ്തിരിക്കുന്നത് അറിയാം. ഇപ്പോൾ അവർ പറയുന്നു ഉറപ്പായി ഈ ഒരു രക്ഷയില്ല അവിടെ സംഭവം. ഇത് മൊത്തം എന്താണ്? ഉരുൾപൊട്ടലിൽ ഇവരുടെ വീടുകൾക്കും നാശം സംഭവിച്ചിട്ടുണ്ട്. മലവെള്ളത്തിൽ കുതിച്ചെത്തിയ പാറക്കല്ലുകൾ വീടുകളുടെ മുകളിലേക്ക് വീണ് ഓടുകളും മറ്റും പൊട്ടി നശിച്ചു. എന്താ സംഭവിച്ചു വെച്ചാൽ ഈ 4 വീടുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് രാധ, നാരായണൻ, എഴുത്തൻകട. രാധാ നാരായണൻ എന്ന് പറയുന്ന രാധ ഭർത്താവിൻ്റെ പേര് നാരായണൻ, രാധാ നാരായണൻ. രുക്മിണി ചന്ദ്രൻ, അതുപോലെ പിന്നെ ലീല മാധവൻ. അയാളെ മരിച്ചു പോയിട്ട് ലീലയാണ്, ലീല മാധവൻ. പിന്നെ ഗോപി അകമലക്കുണ്ട്. ഇങ്ങനെ ഇത്രയും 4 വീട്ടുകാർക്കാണ് ബുദ്ധിമുട്ട് വന്നു. അതിന് മേളിലേക്കൊക്കെ വെള്ളവും ചെളിയും ചേറും മലയുടെ ഈ ഉള്ളിൻ്റെ അതിപ്രസരവും അടിച്ചിട്ട് ഞങ്ങളാണ് പിന്നെ കാട്ടിശ്ശേരി സ്കൂളിൽ പോയിട്ട്. നിങ്ങൾ അതിന് ശേഷം കാട്ടിശ്ശേരി സ്കൂൾ ഉരുൾ പൊട്ടിയതിന് ശേഷം പോയത്? അതെ, പിന്നെ ഇത് പൊട്ടിയ ഉടൻ തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് അവർ ഡിസിഷൻ പറഞ്ഞു ഇവിടെ താമസിക്കേണ്ട, മഴ അങ്ങനെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. ആയതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷയ്ക്ക് നമുക്ക് തീരുമാനം എടുക്കുന്നവരെ നിങ്ങൾ തൽക്കാലം ഇതൊക്കെ ശമനപ്പെടുന്നവരെയും പെട്ടെന്ന് അവിടെ പോയിരിക്കണം, സേഫ്റ്റിയായ സ്ഥലത്ത് പോകുന്നു. ഈ സ്കൂളിലേക്ക് ഗവൺമെൻറ് കാട്ടിശ്ശേരി സ്കൂളിലേക്ക് മാറി അവിടെ ക്യാമ്പിലായിരുന്നു. ഇന്ന് ഇപ്പോൾ പകല് വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ തുണി അലക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ വന്നതാണ്. അവിടെ വേറെയും കുടുംബങ്ങളുണ്ടോ? ഇല്ല, ഇപ്പോൾ അവിടെ ക്യാമ്പ് ഇന്നലെ പിരിച്ചു. അല്ല, വേറെ നിങ്ങൾ പോകുന്ന സമയത്ത് വേറെയും കുടുംബങ്ങൾ അവിടെ കാട്ടിശ്ശേരിയുടെ ഈ മലയുടെ അടിവാരങ്ങളിലൊക്കെ ആയിട്ട് വെള്ളത്തിൻ്റെയും മറ്റേ ഭീതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളവരെയും കൂടെ സുരക്ഷത്തേക്ക് വേണ്ടി അവരെയും കൊണ്ട് പാർപ്പിച്ചു മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇപ്പോൾ പകല് വന്നിട്ട് തുണി അലക്ക് ഒന്ന് ക്രമീകരിക്കാനൊക്കെയായിട്ട് വന്നതാണ്. രാത്രി പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് മാറിയിട്ട് തന്നെയാണ് ഇപ്പോൾ പാർത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക വില്ലേജ് ഓഫീസറും പഞ്ചായത്തും അധികൃതരും രാത്രി ഞങ്ങൾ കുറച്ച് മാറിയിട്ട് വെളിയിൽ ഉള്ള വീട്ടുകളിൽ പോയി താമസിക്കണം. പകല് മാത്രമാണ് ഞങ്ങൾ. ഇനിയിപ്പോൾ ഇവിടെ ഇനിയും ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട്. വളരെ ഏറെയാണ്. കാരണം ഇപ്പോൾ മണ്ണിൻ്റെ ഘടന അനുസരിച്ച് അവർ പറഞ്ഞത് ജിയോളജിക്കാർ പറഞ്ഞത് കറക്റ്റാണ്. 1000 മണ്ണിലാണ് തള്ളി വരും പറഞ്ഞത്.
എത്ര വർഷമായി നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? 30 വർഷമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഓ ആ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം. 2018 വന്നു. ഇത് അപ്പുറത്തെ റോഡിൽ ാണ് വന്നത്. ഓ അതും വന്ന് പറഞ്ഞാൽ വീട്ടിലെ ആഴ്ചയില വെള്ളങ്ങൾ മുഴുവൻ തള്ളിപ്പോയി. അപ്പോഴും ഞങ്ങൾ മേലെ കയറിയൊക്കെ ക്യാമ്പിൽ പോയിരുന്ന ആൾക്കാർ തന്നെയാണ്. ഈ പ്രാവശ്യമാണ് ഏറ്റവും രൂക്ഷവും ഭീമസമായ രീതിയിൽ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇതായിട്ടുണ്ടല്ലേ? എല്ലാം തകർന്ന് തവിട് കൂടിയായി. കുറേശ്ശെ മാറ്റുന്നവരായിരിക്കും ഇത് വരേണ്ട. പഞ്ചായത്ത് അധികൃതരും പിന്നെ വില്ലേജും താലൂക്കും എന്നും വേണ്ട എല്ലാവരും വന്ന് കണ്ടിട്ട് ദാരുണമായ സംഭവം വിലയിരുത്തി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാകും. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ ഫോറസ്റ്റില് അവര് എല്ലാവരും വന്ന് വിലയിരുത്തുന്നു. ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ ഇരിക്കണ്ട. വേനൽക്കാലത്തും കൂടി നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്ത ഇനിയുള്ള നടപടിക്രമങ്ങൾ വലിച്ചു നീട്ടാതെ ഇതേപോലെ നിരപരാധികളും അശക്തരുമായി ആൾക്കാരുടെ ദുർബലത കണക്കിലെടുത്ത് പല ജീവിതങ്ങളും കുരുതിക്കും ഇടയായി തീരുന്നതാണ് ഞങ്ങളുടെ അവസ്ഥ. കാരണം അപ്പോൾ ആദ്യം നിങ്ങൾ ഇങ്ങനെ അപേക്ഷ കൊടുത്തപ്പോൾ ഇവിടെ കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് തഹസിൽദാരിനെ കാണും പറഞ്ഞു. തഹസിൽദാർ പറഞ്ഞു സംഭവം സത്യമാണല്ലോ പറഞ്ഞു. പിന്നെ ജിയോളജിക്കാർ വന്നു, എല്ലാവരും വന്നു. പക്ഷെ ഗവൺമെന്റ് പരിഗണനയ്ക്ക് വരുമ്പോൾ ശാശ്വതം പോവുകയാണ്. വീഴുമലയിൽ ഇത്തവണ 5ഇടത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതിൽ 3ഇടത്ത് ആൾതാമസമുള്ള പ്രദേശമായിരുന്നു, 2ഇടത്ത് വനപ്രദേശവും. എന്നാൽ ഈ 3ഇടത്തും ആർക്കും തന്നെ അപകടം ഇല്ലാതിരുന്നത് രക്ഷയായി. ശക്തമായ മഴയിൽ വീഴുമലയിൽ ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടായേക്കാം. എന്നാൽ ഈ പ്രദേശങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചാൽ മാത്രമേ വലിയൊരു അപകടം ഒഴിവാക്കാൻ സാധിക്കൂ. അതിന് അധികൃതർ ശ്രമിക്കുമെന്ന പ്രതീക്ഷയിൽ. ഈ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം.